ഹലോ വീട്ടമ്മാസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായി ഞാൻ ആദ്യം കഴുകി വൃത്തിയാക്കി 1 കിലോ ഇറച്ചി. ഇപ്പം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടെ. ഇപ്പം ഞാനിവിടെ മീഡിയം സൈസാണ് പീസൊക്കെ ആക്കി വെച്ചേക്കണം. അപ്പം നല്ലതുപോലെ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മസാല പുരട്ടി കൊടുക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് കാശ്മീരി മുളക് പൊടി, ഹാഫ് സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. ഇപ്പം ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം ഉണ്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഞാൻ അതൊന്ന് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തൈര് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം. ഇപ്പം ഇത് ഞാൻ വീഡിയോ എടുക്കണ കാരണം ഇങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ജാറിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയും മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 1 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. ഇത് മുട്ടയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. 1.5 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് പിന്നീട് ചേർത്താൽ മതി. ഇപ്പം ഇവിടെ ചിക്കനിൽ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു 3/4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടെ. ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഇവിടെ ഞാൻ കുറച്ച് പോർഷൻ മാത്രം ഇപ്പോൾ ഫ്രൈ ചെയ്യണുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യണതിന് തൊട്ട് മുമ്പായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കേട്ടോ. അപ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ചൂടായ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ആണെങ്കിലും വലിയവർക്കാണെങ്കിലൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇവിടെ ഞാൻ നല്ലതുപോലെ ഒന്ന് ചൂടായ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തേക്കണം. ഓയിലിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതുപോലെ എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് 5 മിനിറ്റിന് ശേഷം മാത്രം ഇതൊന്ന് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ കോട്ട് ചെയ്ത് അല്ലെങ്കിൽ മസാലയൊക്കെ ഇളകിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ടിട്ട് മറ്റേ വശം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചിക്കനൊക്കെ അധികം ഉള്ളപ്പോൾ ഇതേപോലെ ഒന്ന് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം എല്ലാവർക്കും ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.